ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഈ ചികിത്സയ്ക്ക് വിധേയനാവുക എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിലുമുള്ളൊരു സാധ്യതയാണ്. അദ്ദേഹത്തിന് വളരെ മുൻപ് തന്നെ അത് നോക്കാമായിരുന്ന ഒരു സാധ്യതയാണ്. മുൻപ് അദ്ദേഹം പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനുമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പോലീസ് അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് മുന്നിലേക്ക് വച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞു പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താകും എന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് സിനിമാ സംഘടനകളൊക്കെ ആ ഒരു നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും മാറ്റത്തിലേക്ക് പോകാനുള്ള പോസിറ്റീവ് മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞത് 64 വകുപ്പിനെ കുറിച്ചാണ്. 64A 64DO ആണ് എനിക്ക് സബ്ജക്ട് ടു കറക്ഷൻ. അതായത് നമ്മുടെ ചെറിയ വകുപ്പുകൾ, ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് കയ്യിലെങ്കിൽ നാർക്കോട്ടിക്സിന്റെ ആൾക്കാർ അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ട വ്യക്തികൾ തങ്ങൾ ചികിത്സ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവരെ വിടുന്ന ഒരു ക്ലോസ് ഉണ്ട്. ഇത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കാനഡയിൽ ഇതിനെ വിളിക്കുന്നത് ഗുഡ് സമരിറ്റൻ ക്ലോസ് എന്നാണ്. പോർച്ചുഗലിൽ ഡിസ്വേഷൻ കമ്മീഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞത് ഇവർ വിക്ടിംസും കൂടെയാണ്. അതായത് ഇവർക്കെതിരെ ശക്തമായി നമ്മൾ അപലപിക്കണം, ഇവർക്കെതിരെ നടപടിയെടുക്കണം, ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യണം, ഇവർ നിയമ നടപടി നേരിടണം, ജയിലിൽ കിടക്കണം. എന്നാൽ അത് കഴിഞ്ഞ് ഇവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കാണ്. എന്നും ഓർക്കുക, നമ്മുടെ ഒരു സഹോദരനോ സുഹൃത്തോ ഇതിൽ പെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് പെട്ടുപോയത്, നമ്മുടെ ഒരു സഹോദരനാണ് മയക്കുമരുന്നിൽ പെട്ട്, നമ്മൾ എന്ത് ചെയ്യും? അവനെ തള്ളിക്കളയുകയോ തള്ളിപ്പറയുകയോ അല്ല ചെയ്തത്. തീർച്ചയായിട്ടും അവന് ശിക്ഷ കിട്ടണം, പക്ഷേ അവനെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കും. അങ്ങനല്ലേ ഏതൊരു അച്ഛനും മകനും സഹോദരനും. ചാക്കോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിലപാട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലായി കണ്ടതല്ല ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അദ്ദേഹം കടന്നു പോകുന്നത് അതുവരെ നമ്മൾ കാണാത്തൊരു ഷൈൻ ടോം ചാക്കോയാണ്. അതിനു മുൻപൊക്കെ എങ്ങനെയായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്ന് താങ്കൾക്കറിയാമല്ലോ. ഇത് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം കുറച്ചു ദിവസം ഒളിവിലായിരുന്നു. അപ്പോൾ പോലും അദ്ദേഹം എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഓരോ പോസ്റ്റ് ഇട്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നതെന്നും താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും അർഹിക്കുന്ന ഒരാളല്ല ഷൈൻ ടോം ചാക്കോ എന്നതല്ലേ യാഥാർത്ഥ്യം? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷൈൻ ടോം ചാക്കോ ചെയ്തതിന് യാതൊരു ന്യായീകരണവും ഇല്ല. മോഹൻലാൽ 2020 എന്ന് മറ്റേ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടിയതും ഇയാൾ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ വാഷ്റൂമിലേക്കോ ഓടിക്കയറി തിരിച്ചു വരുന്നതും ഒക്കെ ഇട്ട് ആൾക്കാരെ അപഹസിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും ഒരു ന്യായീകരണവും ഇല്ല. പക്ഷെ ആ അമ്മയുടെ കൂടെ തിരിച്ച്, സ്വന്തം അമ്മയുടെ കൂടെ, അതായത് സ്കൂളിലെ ഒരു കുട്ടി പ്രിൻസിപ്പാളിന്റെ അടുത്ത് അമ്മയെ വിളിച്ചു പോകുന്ന ഭാവത്തിൽ ഷൈൻ ടോം ചാക്കോ സ്വന്തം അമ്മയെ കൂടെ കൂട്ടി തിരിച്ചു വരുന്നത് പോസിറ്റീവായ നടപടിയാണ്. രണ്ട്, സാധാരണ ഒരാൾ കേസിൽപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ എങ്ങനെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. ഷൈൻ ടോം ചാക്കോ അപ്പൊ പോലും ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്നത് ഒരുപക്ഷെ ഈ ഹൈ ആയി നിൽക്കുന്നതുകൊണ്ടായിരിക്കും, ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. ഷൈൻ ടോം ചാക്കോ എന്ന പ്രതിഭയുള്ള നടനെ, ശ്രീനാഥ് ഭാസി എന്ന കഴിവുള്ള അഭിനേതാവിനെ ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കണം. അതായത് ഫിലിപ്പൈൻസിലാണ് റോഡ്രിഗോ ഡ്യൂറ്റർട്ട് എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് ഈ 7000 പേരെ വെടിവെച്ച് കൊന്നു ഡ്രഗ്സിന്റെ മെനസിന്റെ പേരിൽ. നമുക്ക് അങ്ങനെ ഒരു നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡ്രഗ്സിൽ പോകുന്നവരും മനുഷ്യരാണ്, അവരെ തിരിച്ചു കൊണ്ടുവരാനൊരു പദ്ധതി വേണം. ഞാൻ ചോദിക്കുന്ന എന്റെ സംശയം ശ്രീ രാഹുൽ ഈശ്വർ, ചില സംവിധായകരെങ്കിലും ഈ പുതുതലമുറയിൽപ്പെട്ട അതിൽ ഒരാളാണ് അഭിലാഷ് പിള്ള. അദ്ദേഹം തിരക്കഥാകൃത്താണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ സിനിമയുമായി അസോസിയേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. ആ പറയാനുള്ള ഒരു ചങ്കൂറ്റം എന്ന് വിളിക്കണമെന്നില്ല, അതെ, ആർജവം, അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? അത് കാണിക്കേണ്ടവർ അത് കാണിക്കുന്നില്ല. ആ നിലപാടെടുക്കാൻ കെൽപ്പുള്ള ആളുകളുണ്ടല്ലോ, അവരത് പറയാതെ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് അഭിലാഷ് ഭായ് ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് നിലപാട് കേട്ടപ്പോൾ വളരെ അഭിമാനവും സന്തോഷവും തോന്നി. കൂടുതൽ ആൾക്കാർ അത്ര ഒരു നിലപാടെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് തങ്ങൾക്ക് അവസരം കിട്ടില്ല എന്നൊരു തിരിച്ചറിവ് കൂടി വരും. ചില ആൾക്കാർ ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വ്യത്യസ്ത കാറ്റഗറി ഇട്ടു എങ്ങനെയാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന്. പിയർ പ്രഷർ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ ഭാഗമായി ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിക്കാനൊക്കെയാണ് ചില ആൾക്കാർ ഇതിലേക്ക് ആദ്യം പെട്ടുപോകുന്നത്. പിന്നീട് അവർ ഹാർഡ് കോർ ഡ്രഗ് അഡിക്ട്സ് ആയി മാറും. അങ്ങനെ ഒരു സംവിധായകനും പ്രൊഡ്യൂസറും ഈ സംവിധാനത്തിൽ നിൽക്കുന്ന ആൾക്കാരും ഇത് പറ്റില്ല, ഞാൻ നിങ്ങളെ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ലൈവ്ലിഹുഡ്, ഉപജീവന മാർഗത്തിന് കൂടി ത്രെറ്റ് ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് ഓർക്ക് വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ സർവ്വതല സ്പർശിയായ ഒരു നിലപാടെടുക്കണം. അതായത് 2 ഹാൻഡഡ് അപ്രോച്ച് എന്ന് പറയും. ഒരു കൈ കൊണ്ട് നല്ല തല്ലും, എന്നാൽ മറു കൈ കൊണ്ട് തലോട് രക്ഷിക്കാനും കൂടി നമുക്കൊരു മനോഭാവം ഉണ്ടാവണം. ഇന്ത്യ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരെ എല്ലാം തിരിച്ച് നന്നാക്കി കൊണ്ടുവരണമെന്നൊരു ഉദ്യമം വേണം. സഞ്ജയ് ദത്തിന്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. സഞ്ജയ് ദത്തിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു, അതേപോലെ ഇവരെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. സഞ്ജയ് ദത്തിനെ പോലെ ഷൈൻ ടോം ചാക്കോ തിരിച്ചു വരട്ടെ എന്നുള്ളതാണ്. ക്ലീനായി ഡ്രഗിനെതിരെ ഉള്ളൊരു വാറിയറായി തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന.